തമിഴ് ഫിലിം ഇൻഡസ്ട്രിയുടെ കണ്ണപ്പൻ മുതലാളിയും ദാസപ്പൻ മുതലാളിയും ഒരുമിച്ച് വരുന്നൊരു ടീസർ, അത് ഗ്ലിംസ് വീഡിയോ ആണ്. അത് പുറത്തിറങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാറില്ല. ട്വിറ്ററിൽ മുഴുവൻ ഒരു വലിയ ഡിസ്കഷൻ. ഈ ടീസറിൽ കാണുന്ന സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ പെൺകുട്ടികളെല്ലാം AI കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് ഒരു വഴിക്ക്, കമലഹാസനും രജനീകാന്തും ഒരുമിച്ച് വരുമ്പോൾ ആരാണ് വില്ലൻ എന്ന് പറയുന്ന മറ്റൊരു ഡിസ്കഷൻ ഒരു വഴിക്ക്, അങ്ങനെ വൻ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ് സിനിമയിലെ മുടിചൂട മന്നർ എന്ന് നമുക്ക് നിസ്സംശയം വിളിക്കാവുന്ന ഈ സൂപ്പർ താരങ്ങൾ ഒരുമിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പടം എന്നറിയാൻ ഒരു ആകാംക്ഷയുണ്ടാവും. നെൽസൺ ഒന്നിലധികം താരങ്ങൾ വരുന്ന സമയത്ത് അവരുടെയൊക്കെ ഓറയെ നല്ലോണം ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ അങ്ങേര് എങ്ങനെയാണ് ഈ പരിപാടി കൺസീവ് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ, ഗ്ലിംസ് വീഡിയോ, ഇത് റിയാക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചറപറ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടു നോക്കാം അനിരുദ്ധിൻ്റെ സംഗീതത്തിൽ ഒരുങ്ങുന്ന നെൽസൺ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു ഗ്ലിംസ്. ഫുൾ വോളിയം, ഫുൾ ബ്രൈറ്റ്നസ്. தலைவரே, எந்த ரூமுக்கு ஃபர்ஸ்ட் போகிறது? புதுவிதமான கன்ஃபியூஷனாக இருக்கு. இந்த ரூமுக்கா ரெண்டுல ஏதாவது ஒன்று தொடுங்க. என்ன தலை? சண்முக பிரியாவா கோகில பிரியாவா? ஹீரோயினா? ராகஞ்சி. சரி, கரகர பிரியாலே போயிடும். போய் சொல்கிறேன், தொண்டை வேற ஒரு மாதிரி இருக்கு. இசை தெரிஞ்ச என்னையே இப்படி ஏமாத்துறியப்பா, பாவம் அதர்ஸ். பட் இந்த 2 ஃபிங்கர் டெக்னிக் ரொம்ப நல்லா இருக்கு. நம்மளும் இதே ஃபாலோ பண்ணுவோம். இந்த ரூமுக்கே போகலாம். ரஜினி சூப்பர் சார். ரஜினி சார் இதான் செலக்ட் பண்ணி சார். ஓ, கமல் சார். ஐ லைக் இட். குட் சாய்ஸ் சார். கமல் சாருக்கு அது ரொம்ப அழகாக இருந்தது. இருக்கட்டும். இது சார் எடுத்திருக்காரா இல்லையா? இல்லை சார், இது சார் எடுக்கல. இது அது ஆல்ரெடி சார் எடுத்து கட்டிட்டார் சார். ഇങ്ങനെ കുറഞ്ഞു വരുന്ന പ്രായമൊക്കെ. ഓ, ഇതാണ് എല്ലാവരും AI ആണോ എന്ന് ചോദിക്കുന്നത്. AI ആവാൻ ചാൻസ് ഉണ്ട്. രാജ ശരി, മൊത്തൊരു വൈബ് ഉണ്ട് കേട്ടോ. എന്താല്ലേ ആണെന്ന് തോന്നുന്നു കേട്ടോ, നോട്ടമൊക്കെ വെച്ചിട്ട്. சார், ஒரு பீத்தோவனும் ஒரு பப்பி லகிரியும் பப்பி மிக்ஸ் பண்ண மாதிரி ஒரு தீம் மியூசிக் ரெடியா கேட்போமா? அதெல்லாம் அப்புறம் கேட்கலாம். அதுக்கு முன்னாடி ஒன்று கேட்கணும். ആര് ഹീറോ എന്നായിരിക്കും? யாரு ஹீரோ கேட்குறாங்கல்ல, சொல்லுங்க ஜி, யாரு ஹீரோ? കൊള്ളാം കേട്ടോ, കമൻസിങ് സോൺ. അടിപൊളി, ഫ്രൈക്ക്, നൈസ് പരിപാടി. എനിക്ക് ഇതിൻ്റെ അകത്ത്
ഇഷ്ടപ്പെട്ട ആ ഒരു ആ വൈബുണ്ടല്ലോ ഇവർ രണ്ടുപേരും കൂടി വരുമ്പോൾ. പണ്ട് കുറേ സംവിധായകരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്നിലധികം നായകന്മാരുള്ള സിനിമ വരുമ്പോൾ ഓരോ നായകനോടും കഥ പറയുമ്പോൾ അയാൾ നായകൻ എന്നുള്ള രീതിയിലായിരിക്കും കഥ പറയുക എന്നുള്ളത്. എന്നിട്ട് പിന്നെ ഇവർ സെറ്റിൽ വരുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, ഒക്കെ കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ വരുമ്പോഴാണ് ഇവർ കറക്റ്റ് ആരാണ് ഏതാണ് ആ പ്ലേസ്മെൻറ്റ് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് വെയിറ്റേജ് ആണ് ഓരോ ആൾക്കും പോകുന്നതെന്നൊക്കെ ഉള്ളത് തിരിച്ചറിയുക. പക്ഷേ ഇവരുടെ അടുത്ത് അത് നടക്കില്ലല്ലോ. എന്താണ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായ ധാരണ രണ്ടുപേർക്കും കൊടുത്ത് തിയേറ്ററിൽ ഇത് എങ്ങനെ വരുമെന്നുള്ള അതിൻ്റെ കറക്റ്റ് ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർ സാധനം ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അമ്മാതിരി ഹിറ്റ് പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ് ആ പുറകിലിരിക്കുന്ന അനിരുദ്ധ്. അയാൾ ഇതിനകത്ത് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ അറിയാൻ കാത്തിരിക്കുന്നത്. ഇപ്പം തലവർക്ക് കൊടുത്തത് കുറഞ്ഞു പോയി, കമലിന് കൊടുത്തത് കുറച്ച് കൂടിപ്പോയി എന്ന് പറയുന്ന ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നു. ഇത് ഈ സിനിമയിൽ ഇപ്പോൾ വിഷ്വൽ സാധനങ്ങൾ കൊടുക്കുന്നത്, ഡയലോഗ്സ് കൊടുക്കുന്നത്, മ്യൂസിക് കൊടുക്കുന്നത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ വൻ ചോദ്യോത്തരങ്ങളുണ്ടാവും. ഫാൻസ് ഇതിൻ്റെ അകത്ത് പൊങ്കാലിടാൻ വേണ്ടിയിട്ട് വരും. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡിസ്കഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ രണ്ട് ടോപ്പ് ടയർ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോണ്ടല്ലോ, അതും തമിഴ്നാടിൻ്റെ വികാരമായിട്ടുള്ള രണ്ട് ആളുകൾ ഒരുമിച്ച് വരിക എന്ന് പറയുമ്പോൾ, തമിഴ്നാടിൻ്റെ മാത്രമല്ല നമ്മുടെയൊക്കെയും വികാരമായിട്ടുള്ള രണ്ട് വലിയ താരങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതിനെ നേരിട്ട് ഇവർക്കൊരു നല്ല സാധനം കൊണ്ടുവരാൻ പറ്റിയ ഹെവി ഇമ്പാക്റ്റ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ ഒരു സിനിമയുടെ രജനീകാന്തും കമൽഹാസനും ഒരുമിക്കുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ചുമ്മാ ആലോചിച്ച് നോക്കിയേ. തിയേറ്റർ എന്ത് ആഘോഷമായിരിക്കും. നമുക്ക് പറ്റുകയാണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പോയി ഈ സിനിമ കാണണം. പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസം എന്തായാലും അവിടെ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല. നമ്മളിവിടെ പടം കണ്ടിട്ട് വെറുതെ ഒരു വൈബിന് വേണ്ടിയിട്ട് പോയി കാണാൻ പറ്റുകയാണെങ്കിൽ രസമായിരിക്കും എന്ന് തോന്നുന്നു. ഇറ്റ്സ് എ ഗംഭീര പരിപാടി. ഇനി ഇതിൻ്റെ ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ വരാനുണ്ട്. ഒരുപാട് ഷൂട്ടിംഗ്, അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ ലീക്ഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ വരും. ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരുപാട് ഊഹാപോഹങ്ങൾ വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ അതൊരു ഭയങ്കര സാധനമാണ് മാൻ. നമുക്കിതൊക്കെ കാണുമ്പോഴാണ് മലയാളത്തിൽ ഇതുപോലെ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് വരുന്ന ഇപ്പോൾ ഒരു സിനിമ വരുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് ഹെവി സാധനം ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വരുന്നത് പോലത്തെ ഒരു സംഭവമൊക്കെ വരികയാണെങ്കിൽ എന്തായിരിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പോൾ 2020 ഒക്കെ അന്ന് സംഭവിച്ചതുപോലെ അല്ല ഇന്ന് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വൻ സെലിബ്രേഷൻ ആയിരിക്കും. കാര്യം ആ സിനിമയിൽ ഒരു പാട്ട് സീനിൽ വന്നു പോയ ആളുകൾ പോലും ഇന്നത്തെ ഒരു വലിയ ക്രൗഡ് പുള്ളർ ലെവലിലേക്ക് അത്രയും സ്റ്റാർസ് ഉണ്ട്. ഇന്ന് സ്റ്റാർസിൻ്റെ എണ്ണം കൂടി. അന്ന് മെയിൽ ആർട്ടിസ്റ്റുകളാണ് പോസ്റ്ററിൽ നിരന്നത്, സ്ത്രീകളാരും ഉണ്ടായിരുന്നില്ല. ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഇന്ന് സ്ത്രീകൾ മാത്രമുള്ള പോസ്റ്ററിന് വരെ ആളുകൾ തിയേറ്ററിൽ കയറും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഓഡിയൻസ് മാറിക്കഴിഞ്ഞു. അപ്പം നമുക്കിതൊക്കെ ആലോചിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റാർസ് ഒരുമിച്ച് വരുന്നത് പോലെയുള്ള സിനിമകൾ സംഭവിക്കട്ടെ. ഇതെന്തായാലും തമിഴ്നാട് കലക്കി മറിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെയും തിയേറ്ററുകൾ ആഘോഷപ്പറമ്പാവട്ടെ. അങ്ങനെയുള്ള സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ. ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.